നിങ്ങളെ പാർട്ട്ണർക്ക് ഈ ലക്ഷണങ്ങളുണ്ടോ എന്നോ ഒന്ന് നോക്കണ്ട, ഓടി രക്ഷപ്പെട്ടോളി. കല്യാണം കഴിഞ്ഞ പാട് പാർട്ട്ണറോട് ഭയങ്കര സ്നേഹവും കെയറിംഗ് ഒക്കെ ആയിരിക്കും. ആ പാർട്ട്ണർക്ക് ഇയാൾ പെർഫെക്റ്റ് പാർട്ട്ണർ ആണെന്ന് തോന്നിപ്പിച്ചോണ്ടേയിരിക്കും. ഇവരുടെ സ്നേഹം കണ്ടിട്ട് പുറത്തുള്ള ആളുകൾക്ക് ഇവർ പെർഫെക്റ്റ് കപ്പിളായിട്ട് തോന്നും. പാർട്ട്ണറുടെ ഫാമിലിയോടാവട്ടെ ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരിക്കും അവരടുത്ത് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കയ്യിലെടുക്കുന്ന സ്വഭാവമായിരിക്കും ഈ ആൾക്ക് ഉണ്ടാവുക. തന്നെ പറ്റി ആരും പാർട്ട്ണറുടെ ഫാമിലിനോട് വന്ന് കുറ്റം പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത രീതിയിൽ പാർട്ട്ണറുടെ ഫാമിലിനെ ഇവർ കയ്യിലെടുത്തിട്ടുണ്ടാവും. കുറച്ചു കാലത്തിന് ശേഷം തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവരെ കൺട്രോളിലേക്ക് ഇവർ മാറ്റിയെടുക്കും. ഈവൻ പാർട്ട്ണറുടെ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ആരോടൊക്കെ മിണ്ടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവരായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഇവരടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആ പാർട്ട്ണർ ഇവരടുത്ത് പറയുകയാണെങ്കിൽ ഇവർ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അവർ അതിന്റെ മുകളിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് പല കഥകളും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ പറഞ്ഞ കുറ്റം തന്റെ മേലല്ല നിന്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ആ പാർട്ട്ണർ മേലേക്ക് ആ കുറ്റം ചുമത്തിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും തന്റെ മേലെ കുറ്റുണ്ടെന്ന് ഇവർ സമ്മതിക്കുകയില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി തന്റെ ഇമേജിനെ അതൊന്നും ബാധിക്കരുതെന്ന് വിചാരിച്ച് എന്ത് ഇഷ്യൂസ് വരുന്ന സമയത്തും ഇവർ പല കഥകളും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ആ കഥകളിലായിരിക്കും പിന്നെ ഇവർ ജീവിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുറ്റുള്ള ആളുകളൊക്കെ വിഷമിപ്പിക്കും. അതിൽ സ്വന്തം പാർട്ട്ണറോട് പോലും ഇവർക്ക് ഒരു കരടും ഉണ്ടാവില്ല. ഇവർക്ക് സ്വന്തം കാര്യം മാത്രമായിരിക്കും ഇമ്പോർട്ടന്റ്. മറ്റുള്ളവരെ വേദന മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുകയില്ല. ഇവർക്ക് ഇവർ മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഇവരെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ പാർട്ട്ണർ ഫാമിലിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവരിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡ്രാമാസ് ഇവർ ക്രിയേറ്റ് ചെയ്യും. പാർട്ട്ണർ ഫാമിലിന്റെ അടുത്ത് നിന്ന് അകന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പാർട്ട്ണറെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവരോടല്ലാതെ വേറെ ആരുടെ സ്നേഹം ഉണ്ടാവില്ല. ഇവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇവർ സെർവന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇവരെ ചുറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹാപ്പി ന്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവരെ പറ്റിയിട്ടല്ലാതെ വേറൊരാളെ പറ്റിയിട്ട് നല്ലത് പറയുന്നത് കേൾക്കാൻ ഇവർക്ക് ഇഷ്ടേ ഉണ്ടാവില്ല. ഇവരെങ്ങനെ എല്ലാ സമയത്തും ആളുകൾ ഇങ്ങനെ നല്ലത് പറയണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കല്യാണം കഴിച്ചോ ആ ജീവിതത്തിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കേണ്ടി വരും. കാരണം ഇതൊരു അവസ്ഥയാണ്. ഇതിന്റെ പേരാണ് നാർസിസിസ്റ്റ്.